പൂക്കൾ അടിപൊളിയല്ലേ? കളറായിട്ടുണ്ടല്ലോ. ഓണത്തിനുള്ള പൂ പറിക്കുവാണോ? ഓണമായോ? നമ്മളിതൊന്നും അറിയുന്നില്ല. അപ്പൊ ഇത് ഒരുക്കിയതാരാന്ന് കാണണ്ടേ? ശരിക്കും ശരിക്കും ഒന്ന് പറഞ്ഞേ. അറിയോ? പൂക്കളവും കാണാം, നമ്മളെയും കാണാം. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഇത് കൊള്ളാലോ. നന്നായിട്ടൊന്നും ഇല്ല. എല്ലാ വർഷവും പോലെ സദ്യ സൂപ്പറാ. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ അവസാനം എങ്ങനെയെങ്കിലും ഒരു അത്തപ്പൂ ഇട്ട് തീർക്കും. എന്നിട്ട് സൈഡ് ബൈ സൈഡ് സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഈ അത്തപ്പൂവിന്റെ ചുറ്റും ഇരുന്ന് കുറെ ഫോട്ടോ എടുക്കും. പിന്നെ സദ്യ കഴിക്കും. അതുണ്ടാക്കിയ അമ്മ അതിന് സൂപ്പറാ. ഞാനൊന്ന് ചോദിക്കട്ടെ, പെൺകുട്ടികൾ ഇങ്ങനെയാണ് വളർത്തുന്നത്? എന്ത് വളർത്തലും പറയാനാണോ? ഇങ്ങനെ എല്ലാരും ചേരുമ്പോഴല്ലേ ഓണം ഒരു ആഘോഷമാവുന്നത്. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. ഈ ഓണം ഓപ്പോക്കൊപ്പം. കാര്യം കഴിഞ്ഞപ്പോൾ ഒരു പട്ടിക്ക് നമ്മളെ വേണ്ട. ഇതെന്നാ കളി? ഓപ്പോ ഫോൺ വാങ്ങൂ. ലക്കി ഡ്രോയിലൂടെ കിയ സെൽറ്റോസ്, ബുള്ളറ്റ്സ്, ഗോൾഡ് കോയിൻസ്, ഓപ്പോ ബാൻഡ്സ് എന്നിവ സമ്മാനങ്ങളായി നേടും. എടി നാണം അവളുടെ പെണ്ണാന്ന് പറഞ്ഞിങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ. ചേട്ടാ, ഈ ലോകം പറ്റിപ്പുകളുടെ ലോകമല്ലേ ചേട്ടാ? പിന്നെന്താ എനിക്ക് പറ്റിച്ചാല്? മുറ്റത്ത് ഇങ്ങനെ അത്തപ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ മാവേലി വരുമെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളൂ. അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടലപ്രഥമൻ, സദ്യ ഉഗ്രൻ. നാട്ടാരെ വീട്ടാരെ പൊന്നോണം വന്നെത്തി. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. കാഴ്ചകൾ കണ്ടിട്ട് മാവേലി വന്നെത്തി. എനിക്ക് അറിയാണ്ടിരിക്കുന്നു ഇന്നൊരു സംഭവം. എല്ലാവരും എന്നെ കട പായെന്ന് ഇതൊന്നും സംഭവിച്ചു. അപ്പൊ ഇതൊന്നും അറിയില്ല മാഷേ. ഇവിടെ ഫുള്ള് കൊറോണയാ. പാതാളത്തിൽ കൊറോണ. ഞാൻ വീട്ടിലേക്ക് വന്നിന്. ഇടിയും കൊറോണയാ. എല്ലാരും പൊന്നോളി പൊന്നോണം വന്നെത്തി. കൊറോണ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നീയാണല്ലോ കോടതി. ഓടാമയില് പെർഫെക്റ്റ്. മച്ചാനത് ഒരളിയാ.